യാത്രകൾ ഓരോന്നും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്, പഠനമാണ്, സ്വയം ചോദ്യം ചോദിക്കാനുള്ള ഒരവസരം കൂടിയാണ്. ചുറ്റുപാടും നോക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ജീവിതങ്ങൾ, കടപ്പാടും കാഴ്ചപ്പാടുകളുമില്ലാതെ പായുന്ന ഒരു വിഭാഗം, കഷ്ടപ്പാടിൻ്റെ നെറുകയിലും സന്തോഷം കണ്ടെത്തുന്നവർ, പരസ്പരം വേലിക്കെട്ടുകളില്ലാതെ സഹകരിച്ചും സ്നേഹിച്ചും പോകുന്ന കുറേ ആളുകൾ. യുദ്ധവും ട്രംപും ബഡ്ജറ്റും ഒന്നും അവരെ ബാധിക്കാറേയില്ല, സ്നേഹം മാത്രം. പക്ഷേ കുറച്ച് മനുഷ്യരുണ്ട്, ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിലില്ല എന്ന് മറ്റുള്ളവർ വിചാരിക്കില്ലേ എന്ന് കരുതി എന്തിനും കയറി പ്രതികരിക്കുന്നവർ. ഇപ്പം അടുത്ത കാലത്തായി വളരെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുക മുടി, തുണി, കുലം, അവിഹിതം, ഇതിനെയൊക്കെ കുറിച്ച് അറിയോ പഠിക്കുകയോ ഒന്നും ചെയ്യാതെ ചുമ്മാ അങ്ങ് പറയുകയാണ്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ലഹരിക്ക് അടിമപ്പെട്ട് നമ്മുടെ പുതിയ തലമുറ അവരോടും സമൂഹത്തിനോടും വീട്ടുകാരോടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്? മാന്യമായി ജീവിക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശത്തെയല്ലേ നമ്മൾ സംരക്ഷിച്ചു നിർത്തേണ്ടത്? ഭയപ്പാടുകളില്ലാതെ കിടന്നുറങ്ങാൻ ഒരു വീടും വിദ്യാഭ്യാസവും ഭക്ഷണമൊക്കെ അല്ലേ ഉറപ്പുവരുത്തേണ്ടത്? അല്ലാതെ ഒരു മഹാകലാകാരൻ്റെ സൃഷ്ടി വൈഭവത്തെയും അതിനു പിന്നിലെ അധ്വാനത്തെയും മാനിക്കാതെ വെറുതെ വാർത്തയ്ക്ക് വേണ്ടി വാർത്ത സൃഷ്ടിക്കുകയാണോ ചെയ്യേണ്ടത്? എന്തു പറയാൻ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വേണം റിയാക്ട് ചെയ്യാൻ. എന്തു തന്നെ പറഞ്ഞാലും റീച്ച് മുഖ്യം ബിഗിലേ.